നമസ്കാരം കേരളം. വളരെ രസകരമായതും ചിന്തിപ്പിക്കുന്നതുമായ ഒരു ന്യൂസിലേക്കാണ് നമ്മൾ പോകുന്നത്. കേരളത്തിലെ നമ്പർ 1 സ്കിൽ ഡെവലപ്മെന്റ് ഇൻസ്റ്റിറ്റ്യൂഷനായ ആദി ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ പൊതു തിരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് ഒരു എക്സിറ്റ് പോൾ നടത്തുകയുണ്ടായി. ഇതിന്റെ കൂടുതൽ വിശദാംശങ്ങളുമായി മലപ്പുറത്ത് നിന്നും ഷഹാന ചേരുന്നു. പറയൂ ഷഹാന. അതെ, ഞാനിപ്പോൾ മലപ്പുറം ബ്രാഞ്ചിലുള്ള ബൂത്ത് നമ്പർ 4-ലാണ്. ഇവിടെ ഇലക്ഷനൊക്കെ തകൃതിയായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്രാവശ്യം ഒരു പ്രത്യേകതയുണ്ട്. ഏറ്റവും കൂടുതൽ കന്നി വോട്ടേഴ്സ് ഉള്ള ഒരു ബൂത്ത് കൂടിയാണ് ഇതെന്ന് പറയുന്നത്. ഇത്രയും നേരം വലിയ പ്രശ്നങ്ങളൊന്നുമില്ല, സൗഹാർദ്ദപരമായിട്ടാണ് ഇലക്ഷൻ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ ഷഹാന. എറണാകുളത്ത് നിന്ന് നമ്മുടെ പ്രതിനിധി ആദിഷ് ബാബുരാജ് ചേരുന്നു. ആദിഷ്, പറഞ്ഞ പോലെ തന്നെ ഇവിടെയും ഇതേ അവസ്ഥയാണ്. എറണാകുളം ബ്രാഞ്ചിലും ഇതേ അവസ്ഥയാണ്. ബാക്കിയുള്ള മറ്റു ജില്ലകളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ 10,000 സ്റ്റുഡൻസിനും മേലെ അതിലെ ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികൾ പഠിക്കുന്നത് എറണാകുളം ജില്ലയിലാണ്. അതുകൊണ്ട് തന്നെ രാവിലെ 7 മണിക്ക് തുടങ്ങിയ ഈ വോട്ടിംഗ് ഇപ്പോൾ 12:30 ആയിട്ട് നടന്നുകൊണ്ടേ ഇരിക്കുകയാണ്. ഒരു 10:30 ആയപ്പോൾ തന്നെ നമ്മളൊരു 50% വോട്ടിംഗ് അല്ലെങ്കിൽ പോളിംഗ് കഴിഞ്ഞായിരുന്നു. ഇപ്പോൾ ഒരു 90% പോളിംഗോട് അടുപ്പിച്ച് പോവുകയാണ്. 100 ആയോ എന്ന് പറയാനായിട്ടില്ല. ഏകദേശം ഒരു 5:30 അടുപ്പിച്ച് നമുക്ക് അതിനൊരു തീരുമാനമാകും. ഓക്കെ, പത്മനാഭന്റെ മണ്ണിൽ നിന്നും നമ്മളുടെ പ്രതിനിധി സുബിൻ ചേരുന്നു. സുബിൻ, പറയൂ, എന്തൊക്കെയാണ് ട്രിവാൻഡ്രത്ത് വിശേഷങ്ങൾ? കേൾക്കാം. ഞാൻ നിൽക്കുന്നത് ആദി ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ ട്രിവാൻഡ്രം ബാച്ചിലെ ബൂത്ത് നമ്പർ 1-ൽ നിന്നാണ്. കൃത്യം രാവിലെ 9 മണിക്ക് തന്നെ തുടങ്ങിയ പോളിംഗ് 3 മണിക്കൂർ പിന്നിട്ട് കഴിയുമ്പോൾ ഏകദേശം 60% പേരാണ് അവരുടെ സമ്മതിദാന അവകാശം രേഖപ്പെടുത്തി ഞാൻ എത്തിച്ചേർന്നിട്ടുള്ളത്. നമ്മൾ ഈ ബൂത്തിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ കാണുന്ന പോലെ തന്നെ ഏറ്റവും കൂടുതൽ വനിതാ പ്രാധാന്യമുള്ള ബൂത്താണിത്. അത് മാത്രമല്ല, ഏറ്റവും ആശ്വാസകരമായ കാര്യം എന്തെന്ന് വെച്ചാൽ ഇതുവരെ ഒരു തരത്തിലുള്ള ക്രമസമാധാന പ്രശ്നങ്ങളോ മറ്റൊരു ബുദ്ധിമുട്ടുകളോ ഇവിടെ രേഖപ്പെടുത്തിയിട്ടില്ല എന്നുള്ളത്. ഓക്കെ സുബിനിലേക്ക് തിരിച്ചു വരാം. പൂരങ്ങളുടെ മണ്ണിൽ നിന്നും ദൃശ്യ നമുക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ്. പറയൂ ദൃശ്യ, എന്തൊക്കെയാണ് തൃശ്ശൂർ വിശേഷങ്ങൾ? എല്ലാവർക്കും നമസ്കാരം. നമ്മളിപ്പോൾ നിൽക്കുന്നത് ആദി ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂട്ട്സിന്റെ തൃശ്ശൂർ ബ്രാഞ്ചിലാണ്. ഇവിടെ ഇലക്ഷൻ പൊടിപൊടിക്കുകയാണ്. നമുക്കൊന്ന് അകത്തേക്ക് പോയാലോ? അപ്പോൾ നമ്മൾ പാർട്ടി മാത്രം നോക്കരുത്, വ്യക്തിപരമായി ആളെങ്ങനെയാ ഈ പുറത്തിറങ്ങി എല്ലാവർക്കും സഹായിക്കുന്നതും ആളെ കാര്യങ്ങൾ ചെയ്യുന്നതും നമ്മൾ നോക്കണം. അതനുസരിച്ചിട്ട് വേണം എല്ലാവരും വോട്ട് ചെയ്യാൻ. ഓക്കെ, ഇനി നമുക്ക് വടക്കൻ കേരളത്തിലെ വിശേഷങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. എന്തൊക്കെയാണ് പറയൂ, കോഴിക്കോട് എന്തൊക്കെയാണ് വിശേഷങ്ങൾ? ഇപ്പോൾ നിൽക്കുന്നത് ആദി ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ കാലിക്കറ്റ് ബ്രാഞ്ചിലാണ്. ബാക്കി വിശേഷങ്ങൾ നമുക്ക് കണ്ടറിയാം. അതിശക്തമായ പോളിംഗ് ആണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. നിരവധി സ്റ്റുഡൻസ് ആണ് ഇവിടെ വോട്ട് ചെയ്യാനായിട്ട് എത്തിയിരിക്കുന്നത്. താങ്ക് യു റിപ്പോർട്ടേഴ്സ്. കേരളത്തിലുടനീളമുള്ള ബ്രാഞ്ചുകളിൽ നിന്നും ഏകദേശം 10,000-ഓളം വിദ്യാർത്ഥികളാണ് വോട്ട് രേഖപ്പെടുത്തിയത്. ഇത് വിദ്യാർത്ഥികളുടെ രാഷ്ട്രീയ ബോധത്തെയും രാഷ്ട്രീയ വീക്ഷണത്തെയും ഉണർത്താൻ സാധിച്ചുവെന്ന് ആദി ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ CEO മുഹമ്മദ് ഷാഫി അറിയിച്ചു. സ്റ്റുഡൻസിന് ഒരു എലക്ഷൻ അവയർനെസ്സും കൂടി ഇതിന്റെ ഭാഗമായിട്ട് നമുക്ക് നടത്താൻ സാധിച്ചു എന്നുള്ളതാണ്